നമസ്കാരം. സൈക്കോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെക്കിംഗ് ഒ സി ഡിയെ കുറിച്ചാണ്. ചെക്കിംഗ് ഒ സി ഡി എന്നാൽ എന്താണ്? ചെക്കിംഗ് ഒ സി ഡി ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരു ഒ സി ഡി ആണ്. ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നമുക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത നെഗറ്റീവായ അൺവാണ്ടഡ് ആയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. അതായത് ഒബ്സഷൻസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നതും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളോട് പറയുന്നത് നമ്മളൊരു പ്രത്യേക കാര്യം റിപ്പീറ്റഡായി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കൺഫേം ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായി അടുത്തിടപഴകുന്ന നമ്മുടെ സ്വന്തക്കാരായ ആളുകൾക്ക് വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇത്തരത്തിൽ നെഗറ്റീവായ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു അപകടം ഇല്ലാതാവാൻ പലതവണ ഒരു പ്രത്യേക കാര്യം ചെയ്താൽ ഇത്തരത്തിലുള്ള അപകടം ഇല്ലാതെയാവും എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കതകടച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വാതിലോ ജനലും കൃത്യമായിട്ട് അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി വാതിലും ജനലും അടയ്ക്കാത്തത് കൊണ്ട് നമുക്ക് അത് കള്ളൻ കയറാൻ സാധ്യതയുണ്ട് വീട്ടിൽ എന്നുള്ള ഒരു ചിന്ത വരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ തിരിച്ചുപോയി വാതിലും ജനലും ഒക്കെ പരിശോധിക്കുന്നു. എന്നാൽ പരിശോധിച്ച് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും അതേ ചിന്ത തന്നെ, നമ്മുടെ വാതിലും ജനലും അടച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരികയും വീണ്ടും നമ്മൾ വാതിലും ജനലും ചെക്ക് ചെയ്യുന്ന ഒരു റിച്വൽസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വീണ്ടും പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിൽ വരുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ അപകടം സംഭവിക്കും അല്ലെങ്കിൽ അത്യാഹിതം സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ വരുന്നത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും വാതിലടച്ചതും ജനലടച്ചതും മറ്റും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ചിന്തയാണ് നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള ചിന്ത. ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് നമുക്ക് ചിന്ത വരുന്നത് ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തോന്നലിലൂടെയാണ്. നമ്മൾ പാചകത്തിന് ശേഷം ഗ്യാസ് കൃത്യമായി ഓഫ് ചെയ്തോ എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്നു. ആ സംശയം മാറാൻ വേണ്ടി നമ്മൾ വീണ്ടും ഗ്യാസിന്റെ അടുത്ത് ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തത് ചെക്ക് ചെയ്യുന്നു. ആ ചെക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും പോകുന്ന സമയത്തും വീണ്ടും അതേ ചിന്ത, ആ ഒരു സംശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത് ശരിയായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു അയൺ ചെയ്തതിന് ശേഷം, നമ്മൾ വസ്ത്രങ്ങളെല്ലാം ഇസ്തിരി ഇട്ടതിന് ശേഷം അയൺ ബോക്സ് പ്ലഗിൽ നിന്നും ഊരി അത് കൃത്യമായി ഓഫ് ചെയ്ത് പ്ലഗിൽ നിന്നും ഊരിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം മനസ്സിൽ കിടക്കുന്നത് കാരണം നമ്മൾ വീണ്ടും തിരിച്ച് അയൺ ബോക്സിന്റെ അടുത്ത് പോകുന്നു. അയൺ ബോക്സ് ഓഫ് ചെയ്തതും അത് പ്ലഗ് ഊരിയിട്ടോ എന്നുള്ളതൊക്കെ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു തവണ ഇത്തരത്തിലുള്ള ചെക്കിംഗ് നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ വളരെയധികം തവണ, കുറേ തവണ, 10ഉം 15ഉം തവണയൊക്കെ ഈ ഒരു ചെക്കിംഗ് നടത്തുക എന്നുള്ളത് പല ആളുകളെയും വലയ്ക്കുന്ന ഒ സി ഡി ആണ്. ഇത്തരത്തിലുള്ള ഒ സി ഡി ആണ് ചെക്കിംഗ് ഒ സി ഡി എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ചെക്കിംഗ് ഒ സി ഡി വരുന്നത് നമ്മുടെ ഇമെയിലൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം അയക്കുന്നതിന് മുൻപ് അത് ഒരു 10ഓ 15ഓ തവണ ചെക്ക് ചെയ്താലേ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ, ഇമെയിൽ കറക്റ്റ് ആണ് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുകയുള്ളൂ. അതുവരെയും അവർക്ക് സംശയമാണ്, ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ ടൈപ്പ് ചെയ്തത് ശരിയാണോ എന്നുള്ള സംശയം മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്ത് വാട്സപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം അയക്കുന്നതിന് മുൻപ് പല തവണ അത് ചെക്ക് ചെയ്തതിന് ശേഷം അയക്കുക. ചില ആളുകൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് അത് ചിന്തിച്ച് അന്ന് ഞാൻ ചെയ്തത് ശരിയാണോ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായോ, ഇത്തരത്തിലുള്ള കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് ശരിയായോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതി സാധാരണയായി കാണപ്പെടുന്നുണ്ട്. ഇത് ചെക്കിംഗ് ഒ സി ഡിയുടെ വേറൊരു വകഭേദമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെക്കിംഗ് ഒ സി ഡിയുള്ള ആളുകൾ പലപ്പോഴും മറ്റൊരാളോട് താൻ ചെയ്ത കാര്യം ശരിയായോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അത് ചെക്കിംഗ് ഒ സി ഡിയുടെ വേറൊരു രീതിയാണ്. പല ആളുകളും അവർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി അത് ഒരു
സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ മറ്റൊരാളോട് തൻ്റെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ തൻ്റെ പാരൻസിനോടോ തൻ്റെ കുട്ടികളോടോ ഒക്കെ വീണ്ടും താൻ ചെയ്ത കാര്യങ്ങൾ ശരിയായോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അവരെ കൊണ്ട് അത് ചെക്ക് ചെയ്ത് അതിനൊരു ഉത്തരം ലഭിക്കുന്നത് വരെ കാത്തു നിൽക്കാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ തങ്ങൾക്കുള്ള OCD, ആ ഒരു OCDയുടെ ഒരു ഭാഗം നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ OCD കാരണം നമ്മൾ മറ്റൊരാളെ കൂടി കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അത് 8, 10, 15 തവണ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഓൺ ടോപ്പ് എന്ന് പറഞ്ഞ പോലെ അതിനെ കൂടാതെ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ സ്വന്തക്കാരായ ആളുകളെ പോലും ഈ ഒരു OCDയുടെ വലയത്തിലേക്ക് വലിച്ചിട്ട് അവരെ കൊണ്ടും അത് ചെക്ക് ചെയ്യിപ്പിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയും പലരും പിന്തുടരാറുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന, തങ്ങളെ സ്വന്തം ജീവിതത്തെ അതുപോലെ തന്നെ സ്വന്തം കൂടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ഒക്കെ ഈ ഒരു OCD ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അപ്പൊ ചെക്കിംഗ് OCD എന്നുള്ളത് ഒരു സാധാരണയായി കോമൺ ആയി കാണുന്ന, വളരെ സാധാരണഗതിയിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു OCD ആണെങ്കിലും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് സ്വന്തം ജീവിതത്തിലും ജോലിയിലും നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്കിംഗ് OCDക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണതാണ്. ഈ ചെക്കിംഗ് OCD ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഡിസ്ട്രസ് ആൻഡ് ഇമ്പയർമെന്റ്, അതായത് നമുക്ക് വല്ലാത്തൊരു ടെൻഷനും ഡിസ്ട്രസ്സും വറിയും നമുക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയും നമുക്കൊരു പിരിമുറുക്കവും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഒരു ചെക്കിംഗ് OCD. അതായത് നമുക്ക് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ, ആ നെഗറ്റീവായ കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിച്വൽസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ചിന്തയെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ ചിന്തയുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെക്കിംഗ് റിച്വൽസിലേക്ക് കടക്കുന്നു. അങ്ങനെ നമ്മുടെ ജോലിയും നമ്മുടെ നിത്യജീവിതവും എല്ലാം വളരെ പിരിമുറുക്കം നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം. മറ്റൊന്ന് ടെമ്പററി റിലീഫ് എന്നുള്ളതാണ് ഈ ചെക്കിംഗ് OCDയുടെ മറ്റൊരു കാര്യം. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചെക്കിംഗ് OCDയിലെ ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടോ, അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഡോർ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ, ജനലുകൾ അടച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത് അടച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് കാരണം, ഈ ഒരു ചിന്തകൾ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ്. ഒരു കാര്യം ചെക്ക് ചെയ്യുകയും അത് റീചെക്ക് ചെയ്ത് നമ്മുടെ സമയവും നമ്മുടെ മാനസികമായിട്ടുള്ള സ്വസ്ഥതയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളുടെ സ്വസ്ഥതയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ടെമ്പററി, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണോ? അല്ല. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചെക്കിങ്ങും റീചെക്കിങ്ങുമായിട്ടുള്ള റിച്വൽസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരു റിച്വൽസിലൂടെ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഈ ഒരു ടെൻഷനിൽ നിന്നും ഫ്രീ ആവുന്നില്ല. ഒരു ചെക്കിംഗ് ആയിട്ടുള്ള റിച്വൽ ചെയ്തുകൊണ്ടേയിരുന്ന് എത്ര തവണ ചെയ്ത് അതുകൊണ്ട് താൽക്കാലികമായൊരു ആശ്വാസം കിട്ടിയാലും വീണ്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നു, അതിനനുസരിച്ച് മറ്റൊരു റിച്വൽ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം റിച്വൽസിന്റെ പിറകിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ചെക്കിംഗ് OCD. മറ്റൊന്ന് ലാക്ക് ഓഫ് പ്ലഷർ. നമുക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതായത് എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അത് 2, 3, 4, 5, 10 തവണ അത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. എപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് സംശയം, അത് വീണ്ടും ചെക്ക് ചെയ്ത് നമ്മുടെ ജീവിതം ഈ ചെക്കിംഗ് റീചെക്കിംഗ് ആയി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ, മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളെ ഈ ഒരു ചെക്കിംഗ് OCD മുന്നോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കുന്നു. നമുക്ക് ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത വണ്ണം അത് നമ്മളെ പിടിമുറുക്കുന്നു. മറ്റൊന്ന് ഓഫ്റ്റൻ ഇറാഷണൽ എന്നുള്ളതാണ്. ഇറാഷണൽ ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ പോലും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം
ഡോർ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കി, അത് നോക്കി ഉറപ്പിച്ചു, ഇനി നമുക്ക് സുഖമായിട്ട് പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ഒരു ചിന്ത, ആ ഒരു റാഷണലൈസേഷനൊന്നും ഒരു ഭാഗമാവാതെ ആ ചിന്ത വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെക്കിങ് ആൻഡ് ക്രോസ് ചെക്കിങ്, റീചെക്കിങ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അത് ഒരു ഇറാഷണൽ, ഒരു അടിസ്ഥാനവുമില്ലാത്ത ചിന്തയാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ പോലും ആ ഒരു റീചെക്കിങ്, ചെക്കിങ് ആയിട്ടുള്ള റിച്വൽസിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആ ഒരു ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെക്കിങ് OCDയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1-2 തവണ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചു കഴിയുമ്പോൾ, ഈ ഒരു ചെക്കിംഗ് OCD നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ അത് വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നു, നമ്മുടെ കൂടെയുള്ളവരുടെ സ്വസ്ഥതയെ അത് ബാധിക്കുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും ഫലം എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ, ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെക്കിംഗ് OCDയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ കുറച്ചു കൊണ്ടുവരാനും, അവസാനം ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നാൽ പോലും ചെക്കിംഗ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ചെക്കിംഗ് OCDയിൽ ചികിത്സ എടുത്താലുള്ള ഗുണം. ഇത്തരത്തിലുള്ള ചികിത്സ എടുക്കാൻ നമുക്ക് ആകെ വേണ്ടത് ചികിത്സ എടുക്കണം എന്നുള്ള ഒരു മനസ്സാണ്. അതോടൊപ്പം തന്നെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പരിപൂർണമായിട്ടും നമുക്ക് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ, നമുക്ക് ഇതിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ചെക്കിംഗ് OCD അനുഭവിച്ചിരുന്ന ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ കൃത്യമായി സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ഈ ഒരു ചെക്കിംഗ് OCD എന്നുള്ള ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ മാറ്റി നിർത്തി നല്ല സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രീറ്റ്മെന്റ് അപ്രോച്ചസ് ഫോർ ചെക്കിംഗ് OCD. എന്തൊക്കെയാണ് ചെക്കിംഗ് OCDയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആയി എടുക്കുന്നത്? ഒന്ന്, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. ഇതാണ് അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ചികിത്സ എന്ന് പറയുന്നത്. അതായത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ചികിത്സ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. ഗ്രാജുവലി കൺഫ്രോണ്ടിങ് സിറ്റുവേഷൻസ് ആൻഡ് ദാറ്റ് ട്രിഗർ ചെക്കിംഗ് ഏർജസ്. അതായത് നമുക്ക് എന്ത് കാര്യമാണോ ചെക്കിംഗ് ഉണ്ടാക്കുന്നത്, ചെക്കിംഗ് OCD അല്ലെങ്കിൽ ചെക്കിംഗ് ചിന്തകൾ ഉണ്ടാക്കുന്നത്, ആ ചിന്തകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തുവരും, അത്തരത്തിലുള്ള ചെക്കിങ്ങിനുള്ള ഒരു ചിന്ത, ചെക്കിങ്ങിനുള്ള ഒരു ഏർജസ് എന്ന് പറയും. അതായത് ചെക്ക് ചെയ്യേ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മെന്റൽ പുഷ്, നമുക്കൊരു മാനസികമായി അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇമ്പൾസീവായിട്ട് അത് ചെയ്യേ എന്നുള്ള ഒരു തള്ള് നമ്മുടെ മനസ്സിൽ നിന്നും അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള തള്ള്, ഇത്തരത്തിൽ ഒരു റിച്വൽസ് ചെയ്യാൻ നമ്മുടെ മനസ്സിൽ നിന്നും എത്രമാത്രം പ്രേരണ ഉണ്ടായാലും ആ ഒരു ചെക്കിംഗ് ഒരു തവണ കൃത്യമായി ചെയ്ത് നിൽക്കുക, പിന്നീട് വീണ്ടും അത് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സ് നൽകുന്ന സമയത്ത് ആ ഒരു പ്രേരണയ്ക്ക് വശംവദരാവാതെ വീണ്ടും റീചെക്കിങ്ങിലേക്ക് കടക്കാതിരിക്കുക. അതായത് കമ്പൽസീവ് ആയിട്ടുള്ള ചെക്കിംഗ് ബിഹേവിയേഴ്സ് തുടരാതിരിക്കുക. ഒരു തവണ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ വാതിൽ അടച്ചോ, ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തോ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായി ഒരു തവണ ചെക്ക് ചെയ്യുന്നത് ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കമ്പൽസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് തുടരാതിരിക്കുക. അതൊരു റിച്വൽസ് ആണ്, അതൊരു ചെക്കിംഗ് OCDയുടെ ഭാഗമായി വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ERP അല്ലെങ്കിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷന്റെ പ്രധാന തത്വം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും നോക്കാം. മറ്റ് ഇതിൽ ERP അല്ലെങ്കിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷനിൽ വരുന്ന കോമ്പണൻസ്, അതിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈക്കോ എഡ്യൂക്കേഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ചാനലിൽ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. അതായത് എന്താണ് OCD, എന്താണ് OCD സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ചെക്കിംഗ് എന്നുള്ളത് വീണ്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നത്. ചെക്കിംഗ് OCDയിൽ നമ്മളെ ഈ റിച്വൽസ്, അതായത് വീണ്ടും വീണ്ടും ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ പിരിമുറുക്കം കുറയുമോ അതോ പിരിമുറുക്കം കൂടാനാണോ സാധ്യത? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് സൈക്കോ എഡ്യൂക്കേഷനിലൂടെയുള്ള കാര്യമാണ്.
നമ്മൾ എത്ര തവണ ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പിരിമുറുക്കം കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അതിന് ഒരു അവസാനം ഉണ്ടാകുന്നില്ല. നമ്മൾ അങ്ങനെ ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടെൻഷനിൽ ഉണ്ടാവാം. പക്ഷേ അത് പതിന്മടങ്ങായിട്ട് നമുക്ക് വർദ്ധിച്ചു വരാനാണ് ഇത്തരത്തിലുള്ള റിച്വൽസ് അല്ലെങ്കിൽ കമ്പൽസീവായ ചെക്കിംഗ് റീചെക്കിംഗ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് സൈക്കോ എഡ്യൂക്കേഷനിലൂടെയാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്നത് OCD ആണ്, ചെക്കിംഗ് OCD ആണ്. ഇതിൽ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് സൈക്കോ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ്. മറ്റൊന്ന് ലേണിംഗ് അബൌട്ട് ഹാബിച്വേഷൻ. അതായത് ഹാബിച്വേഷൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കണം. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്നുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്ട്രസ് എന്ന് പറയുന്ന ആ ഒരു അസ്വസ്ഥതയിൽ നിന്നും താൽക്കാലികമായി ആശ്വാസം ലഭിക്കാം എന്നുണ്ടെങ്കിലും നമുക്ക് ലോങ് ടേമിൽ ആ ഒരു ചെക്കിംഗ് OCDയിൽ നിന്നും പുറത്തു കടക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കണം. ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ഹാബിച്വേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഒരു ഡോർ അടച്ചോ എന്ന് ഒരു തവണ നോക്കുന്നു, പിന്നീട് അത് അടച്ചോ എന്ന് നോക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു തള്ളിച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മനസ്സ് പറഞ്ഞ് ആ ഒരു ചെക്കിംഗ് വീണ്ടും വീണ്ടും ഡോർ അടച്ചോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചിന്ത വന്നാൽ പോലും അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം മനസ്സിൽ ടെൻഷൻ വരാം. പക്ഷെ അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ, അത് ചെയ്യാതെ ഒരു 5 മിനിറ്റ് അത് ചെയ്യാതിരിക്കുക, പിന്നീട് അത് 10 മിനിറ്റ് ചെയ്യാതിരിക്കുക, ഒരു അരമണിക്കൂറിലേക്ക് അത് ചെയ്യാതിരിക്കുക, 1 മണിക്കൂറിലേക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെ സമയം പുഷ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് ആ ഡോറ് ചെക്ക് ചെയ്യാതെ 5 മിനിറ്റ് ഇരിക്കുക, 10 മിനിറ്റ് ഇരിക്കുക, ആ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് അരമണിക്കൂർ 1 മണിക്കൂർ സമയം നമ്മുടെ മനസ്സ് എത്ര തന്നെ നിർബന്ധിച്ചാലും നമ്മൾ ആ ഡോറ് ചെക്ക് ചെയ്യാൻ ഒരു തവണ ചെയ്യുന്നു, പിന്നീട് ഒരിക്കലും ആ ഡോറ് ചെക്ക് ചെയ്യാൻ പോകുന്നതേയില്ല. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂറോ ഒക്കെ അത് ചെക്ക് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പേടിയാവും നമ്മുടെ അസ്വസ്ഥത കൂടും എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മളത് ചെക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥത കൂടുകയല്ല ചെയ്യുക, നമ്മുടെ അസ്വസ്ഥത പതിയെ ഇല്ലാതെയാവുകയാണ് ചെയ്യുക. ആദ്യമൊക്കെ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ അസ്വസ്ഥത കുറയുമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളത് അരമണിക്കൂറോ 1 മണിക്കൂറോ പിന്നീട് അത് 2 മണിക്കൂർ, ഒരു ദിവസം മുഴുവനായും, അങ്ങനെ ഒരിക്കലും ആ ഒരു ചെക്കിംഗ് ആയിട്ടുള്ള OCDയിൽ പറയുന്ന റിച്വൽസ് വീണ്ടും ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്യാതെയാവുമ്പോൾ നമ്മൾ അതുമായിട്ട് ഹാബിച്വേഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ലേണിംഗ് അബൌട്ട് ഹാബിച്വേഷൻ, അതാണ് അതിന് പറയുന്നത്. അതായത് നമുക്ക് അതൊരു സ്വാഭാവികമായ ഒരു സിറ്റുവേഷനായി, ഒരു സാഹചര്യമായിട്ട് മാറും. എത്ര തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാലും ആ ഒരു ചിന്തക്കനുസരിച്ച് ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയുമായി പൊരുത്തപ്പെട്ടു പോകും. അങ്ങനെ ആ ഒരു രീതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതോടുകൂടി ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്യാതിരിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത നമ്മളിൽ പിന്നീട് വരാതെ ആവുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അങ്ങനെ നമുക്ക് ചെക്കിംഗ് OCDയിൽ നിന്നും പതിയെ പുറത്തു കടക്കാൻ ERP സഹായിക്കും. അപ്പോൾ സൈക്കോ എഡ്യൂക്കേഷൻ അറിയണം, അതുപോലെ തന്നെ OCD സൈക്കിൾ എന്താണെന്ന് അറിയണം, എങ്ങനെയാണ് ഹാബിച്വേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി കമ്പൽസീവായ ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്യാതെ നമ്മുടെ ടെൻഷൻ ഇല്ലാതെയാവുക എന്നറിയണം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എങ്ങനെ ഈ ഒരു ERP എന്നുള്ള കാര്യം ചെയ്യണം എന്നുള്ളതാണ് അവസാനമായി അറിയേണ്ടത്. അതായത് ഹയറാർക്കി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ലിസ്റ്റ്, അതിൽ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും, ഏറ്റവും കുറഞ്ഞ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബാത്റൂമിന്റെ ബാത്റൂമിൽ നിന്നും തിരിച്ചു വന്ന് ഡോറ് അടച്ചോ ഇല്ലേ, അല്ലെങ്കിൽ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം, ബാത്റൂമിലെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമ്മൾ വരുന്നു. അപ്പൊ നമ്മളത് ബാത്റൂമിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്തതോ ഓൺ ചെയ്തതോ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ നമുക്കത് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ വരികയും ബാത്റൂമിലെ ലൈറ്റ് വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പൾസ് നമ്മുടെ മനസ്സിൽ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു വളരെ ലീസ്റ്റ് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം
ബാത്റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തോ ഓഫ് ചെയ്തോ, അത് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും അല്പം ഇലക്ട്രിസിറ്റി പാഴായി പോകും എന്നുള്ളതല്ലാതെ വലിയ ജീവിതത്തിൽ നമുക്ക് വലിയ അത്യാഹിതങ്ങളൊന്നും വരാനില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഏറ്റവും ലോ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായും പിന്നീട് മേലേക്ക് അതിനനുസരിച്ച് അതിന്റെ സീരിയസ്നെസ്സിനനുസരിച്ച് നമ്മൾ ആ ഒരു ലിസ്റ്റ് ഹയറാർക്കി ഉണ്ടാക്കുന്നു. ഏറ്റവും താഴെ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തോ എന്നുള്ളത്, ബാത്റൂം ഡോർ അടച്ചോ എന്നുള്ളത്, പിന്നീട് നമ്മളെ വീടിന്റെ ഡോർ അടച്ചോ എന്നുള്ളത്, അയൺ ബോക്സ് പ്ലഗ് ഓഫ് ചെയ്ത് ഊരിയിട്ടിട്ടുണ്ടോ എന്നുള്ളത്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം ഏറ്റവും അവസാനത്തേക്ക് വെക്കുക. അതിനെ പരിഹരിക്കുന്നത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ചെറിയ ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പരിഹരിച്ച് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുക. അപ്പൊ ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇത്തരത്തിൽ ഒറ്റത്തവണ ചെക്ക് ചെയ്ത് പിന്നീട് ഒരിക്കലും അതിനെ ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ടെൻഷൻ പതിയെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അതേ രീതിയിൽ തന്നെ നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഇതേ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ, ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ വരുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു നമ്മൾ ബാത്റൂമിൽ പോയി പുറത്തിറങ്ങി പോന്നു, അത് ലൈറ്റ് ഓഫ് ചെയ്തോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷൻ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് വീണ്ടും റീചെക്കിംഗ് എന്നുള്ളൊരു ഹാബിറ്റിലേക്ക് പോവാതെ എത്ര വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നോ അത്രയും അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ ആ ഒരു റീചെക്കിംഗ് ഒരിക്കലും ചെയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് എന്നുള്ള ഒരു റിച്വൽ നമ്മൾ ചെയ്യുന്നതേയില്ല. അങ്ങനെ നമുക്കത് ചെയ്യാതെ ഇരിക്കുമ്പോൾ ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടാവും എന്നുണ്ടെങ്കിലും പതിയെ അങ്ങനെ ഉണ്ടാകുന്ന ടെൻഷൻ ഇല്ലാതാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചെറിയ ആങ്സൈറ്റി അല്ലെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്ത് ERP വഴി സോൾവ് ചെയ്ത്, ഒരിക്കലും ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്യാതെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അതേ രീതിയിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് ചെക്കിംഗ് OCDകളെയും അതേ രീതിയിൽ, അത് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ചെക്കിംഗ് OCDയിൽ ഇതേ ERP അപ്ലൈ ചെയ്ത് അതിനെ പരിപൂർണമായി ഇല്ലാതാക്കി അടുത്ത അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ചെക്കിംഗ് OCD തെരഞ്ഞെടുത്ത് അതിനെയും ERP വഴി റീചെക്കിംഗ് റിച്വൽസ് ഒന്നും പാലിക്കാതെ അതിനെയും സോൾവ് ആക്കി അങ്ങനെ പതിയെ ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് അല്ലെങ്കിൽ ചെക്കിംഗ് OCD എന്നുള്ള ഈ ഒരു OCDയെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ERP വഴി നമുക്ക് സാധിക്കണം. ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോറ് അടയ്ക്കുന്ന കാര്യത്തിൽ അതിലൊരു ERPയുടെ ഒരു എക്സാമ്പിളായിട്ട്, ഒരു സെപ്പറേറ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വീടിന്റെ ഡോർ എന്ത് ചെയ്യുക, വളരെ സ്ലൈറ്റ് ആയിട്ട് കുറച്ച് ഓപ്പൺ ചെയ്തിടുക. സ്ലൈറ്റ്ലി ഓപ്പൺ വിത്തൗട്ട് ചെക്കിംഗ്. നമ്മുടെ വീടിന്റെ ഡോറ് സ്ലൈറ്റ്ലി ഓപ്പൺ വിത്തൗട്ട് ചെക്കിംഗ്, അതായത് കുറച്ച് തുറന്നിടുക, അത് നോക്കാനൊന്നും പോകരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡോർ അവിടെ തുറന്നു കിടക്കട്ടെ. നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യാനുള്ള നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പ്രേരണയെ നമ്മൾ അതിജീവിക്കുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂറും ചെക്ക് ചെയ്യാതിരിക്കുക, 1 മണിക്കൂർ ചെക്ക് ചെയ്യാതിരിക്കുക, 2 മണിക്കൂർ ചെക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ ടെൻഷൻ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ആ ഒരു ഡോറ് ഓപ്പൺ ആണോ എന്നുള്ള ആ ഒരു ചിന്തയെ, ഇങ്ങനെ ഡോറ് അല്പം തുറന്നിടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അത് തന്നെയാണ് ERP അല്ലെങ്കിൽ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്നുള്ള ചികിത്സയിൽ ചെയ്യുന്നത്. ഈ ഒരു ചിന്ത വരാൻ കാരണമായ കാര്യം നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യുന്നു. അതായത് ഡോറ് അല്പം തുറന്നിടുന്നു, അപ്പൊ തന്നെ നമുക്ക് ചിന്ത വരും, അയ്യോ ഡോറ് തുറന്നതാണല്ലോ, അത് ചെക്ക് ചെയ്യണമല്ലോ, തുറന്നിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ ചിന്ത വരുന്ന സമയത്ത് ഉടനെ പോയി ആ ഡോറ് ചെക്ക് ചെയ്യുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതിലേക്ക് പോവാതെ, ആ ഒരു ചിന്തയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവഗണിച്ച്, ആ ചിന്ത വന്നാൽ പോലും നമ്മൾ ആ ഡോറിനടുത്ത് പോയി അത് ചെക്ക് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു.
അങ്ങനെ പാകപ്പെടുത്തുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ടെൻഷനൊക്കെ നന്നായി ഉണ്ടാവും. പക്ഷെ പതിയെ 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 ആ ടെൻഷൻ നമ്മളിൽ നിന്നും കുറഞ്ഞ് 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 ഹാബിച്വേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് ആ ടെൻഷനുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ ടെൻഷൻ നമ്മളെ ബാധിക്കാത്ത അവസ്ഥ വരുന്നു. മറ്റൊന്ന്, സെൻഡിങ് ആൻ ഇമെയിൽ വിത്തൗട്ട് റീഡിങ് മൾട്ടിപ്പിൾ ടൈംസ്. നമ്മളൊരു ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ഒക്കെ ടൈപ്പ് ചെയ്യുക, ഒറ്റ ടൈപ്പിംഗ് ഉടനെ തന്നെ വായിക്കുന്നു, അയക്കുന്നു. അത് റീഡിങ്, വീണ്ടും വീണ്ടും അത് വായിച്ച് ശരിയാണോ എന്നുള്ളത് നോക്കാതെ ടൈപ്പ് ചെയ്യുന്നു, ഒറ്റയടിക്ക് വായിക്കുന്നു, അയക്കുന്നു. ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ചെയ്ത് ശീലിക്കുക. മറ്റൊന്ന്, ടച്ചിങ് ഡോർ നോബ് ആൻഡ് നോട്ട് വാഷിംഗ് ഹാൻഡ്സ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡോറിന്റെ ഒരു നോബ് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്തോ അഴുക്ക് പറ്റിയോ എന്നുള്ള ഒരു തോന്നൽ വരുന്നു. അത് പോയി കൈ കഴുകുന്ന ഒരവസ്ഥ. ഇതൊരു ചെക്കിംഗ് OCD അല്ല, ഇത് വാഷിംഗ് OCD എന്നുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റിയാണ്. എന്നാൽ പോലും നമുക്ക് എവിടെയെങ്കിലും കൈ തൊട്ട് കഴിഞ്ഞാൽ അയ്യോ കയ്യിലൊക്കെ അണുക്കൾ പറ്റി, ഇപ്പൊ തന്നെ എനിക്ക് കൈ കഴുകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കൈ ഉടനെ ഓടിച്ചെന്ന് കഴുകാതെ തന്നെ നമ്മളത് ആ കഴുകുന്നത് ഡിലേ ചെയ്യുക. അതായത് അടുത്ത അരമണിക്കൂറിലേക്ക് ഞാൻ കൈ കഴുകില്ല, 1 മണിക്കൂറിലേക്ക് കൈ കഴുകില്ല, 2 മണിക്കൂറിലേക്ക് കൈ കഴുകില്ല എന്നുള്ള രീതിയിൽ മാറ്റി 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 കൊണ്ടുപോവുക. അങ്ങനെ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ, നമ്മുടെ കയ്യിൽ അണുക്കൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ടെൻഷന്റെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് സ്വാഭാവികമായി നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിന്റെ ഭാഗമായി ഇത്തരം പ്രവർത്തികൾ ചെയ്താലും നമുക്ക് കൈ കഴുകാതെ അല്ലെങ്കിൽ റിച്വൽസ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതാണ് ERP. ഇനി എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നുള്ള ചികിത്സയിൽ റിയൽ ലൈഫിലെ എക്സ്പോഷറും ഉണ്ട്, ഇമാജിനറി ആയിട്ടുള്ള എക്സ്പോഷറും ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ വീഡിയോ കൂടുതലായിട്ട് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് റിയൽ ലൈഫിൽ നമുക്ക് ശരിയായിട്ട് റിയലി എക്സ്പോസ് ചെയ്യുന്നതും നമ്മുടെ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പോഷർ എക്സർസൈസും ERP എന്ന ചികിത്സയുടെ ഭാഗമായി ചെയ്യാറുണ്ട്. റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോറ് തുറന്നിടുന്നു, ഡോറ് തുറന്നിടുമ്പോൾ നമുക്ക് റെസ്പോൺസ് ആയിട്ട് വരുന്നത് എന്താണ്? ആ ഡോറ് ഉടനെ പോയി അടയ്ക്കണം, അല്ലെങ്കിൽ ആ ഡോറ് ചെക്ക് ചെയ്യണം, അത് അടഞ്ഞോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസ് ആണ് വരുന്നത്. ആ റെസ്പോൺസ് പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ ഡോറ് പോയി ചെക്ക് ചെയ്യാതിരിക്കുക. അതിനാണ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആക്റ്റീവായിട്ട് ആ ഒരു രീതിയിൽ പോവാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസ് പ്രിവെൻഷൻ. ആ ഡോർ അടച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കാതിരിക്കുക എന്നുള്ളതാണ് റെസ്പോൺസ് പ്രിവെൻഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന ചികിത്സാ രീതി പ്രവർത്തിക്കുന്നത്. ഇനി പലതരത്തിലുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഇതിൽ സാധാരണയായി ചെയ്യാറുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് ഒരു സാഹചര്യത്തിൽ പോകാം. മറ്റ് അഡ്ജങ്ക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചികിത്സകൾ, മരുന്ന് ചികിത്സകൾ, അതായത് SSRIs എന്ന് പറയുന്ന പലതരത്തിലുള്ള ഫ്ലൂഓക്സെറ്റിൻ, സെട്രാലിൻ, പെറോക്സെറ്റിൻ എന്നുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ ഇതിൽ നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സ എടുക്കുമ്പോഴുള്ള ഗുണം എന്നുള്ളത് നമ്മുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകൾ ഉണ്ടാകുന്നതിന്റെ നിരക്ക് അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറച്ചു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ മരുന്ന് ചികിത്സയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. അപ്പോൾ മരുന്ന് ചികിത്സയോടൊപ്പം എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷനും കൂടി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് ആൻഡ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. ഈ മൈൻഡ്ഫുൾനെസ് ആക്സെപ്റ്റൻസ് തെറാപ്പി എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ, മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ടെൻഷനെ കുറയ്ക്കാനും നമ്മുടെ ഡിസ്ട്രസ് അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥതകളെ കുറച്ച് സാധാരണ രീതിയിൽ നമുക്ക് ചികിത്സയെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ, ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചികിത്സയാണ് മൈൻഡ്ഫുൾനെസ്. ഇനി മറ്റ് കൺസിഡറേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ERP പോലെയുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്യാൻ ഒരു തെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസ് ചോദിക്കുക. സാധാരണഗതിയിൽ നന്നായി ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾക്ക് ERP ചികിത്സ എടുക്കാൻ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പൊ നല്ല സൈക്കോളജിസ്റ്റുകളെ
നിങ്ങൾ അപ്രോച്ച് ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്ത് ERP പോലെയുള്ള ചികിത്സകൾ എടുക്കാൻ സഹായം തേടുക എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഗ്രാജുവൽ അപ്രോച്ചാണ്. ട്രീറ്റ്മെന്റ് ഈസ് ഗ്രാജുവൽ ആൻഡ് ടൈലേർഡ് ടു ഇൻഡിവിജ്വൽ സ്പേസ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഈ ഒരു ERP ചികിത്സ എടുക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്, ഓരോരുത്തരെ എത്രമാത്രം OCD ബാധിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ച്, അവർക്ക് എത്രമാത്രം പവർഫുള്ളി ERP ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് അനുസരിച്ച്, ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാ കമ്പൽസീവായ പ്രവൃത്തിയും ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ERP ചികിത്സയിൽ കമ്പൽസീവായ പ്രവൃത്തികൾ അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ചെക്കിംഗ് റീചെക്കിംഗ് ഒക്കെ ഡിലേ ആക്കിയിട്ട് പതിയെ നിർത്താനായിരിക്കും സാധിക്കുക. അതായത് ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ചിലപ്പോൾ 1 മണിക്കൂറിലേക്ക് ചെയ്യാതെ ആവുക, പിന്നീട് 2 മണിക്കൂറിലേക്ക് ചെയ്യാതെ പിടിച്ചു നിർത്തുക, 3 മണിക്കൂറിലേക്ക് പിടിച്ചു നിർത്തുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചെക്കിംഗ് റീചെക്കിംഗ് എന്നുള്ള റിച്വൽസ് ഒരു തരത്തിലും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പതിയെ അതായത് ഗ്രാജുവൽ അപ്രോച്ച് പതിയെ സാധിക്കുന്ന ആളുകളുണ്ടാവാം. ഒറ്റയടിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ആളുകളുണ്ടാവാം. അതൊക്കെ ഒരു തെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാജുവലായ ഒരു അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നന്നാവുക. അതൊരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അത് പതിയെ ആ ഒരു രീതി നമുക്ക് ERPയിൽ പ്രയോഗിക്കുക. മറ്റൊന്ന് റിലാപ്സ് പ്രിവെൻഷൻ എന്നുള്ളതാണ്. റിലാപ്സ് പ്രിവെൻഷൻ എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ ഈ ഒരു ചെക്കിംഗ് OCDയിൽ നിന്നും പരിപൂർണമായി പുറത്തു കടന്നു എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാലും പിന്നീടും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. അങ്ങനെ വരുന്ന ചിന്തകളെ നമ്മൾ പറയാറുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ മുളയിലേ നുള്ളിക്കളയുക. അത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ അതിനനുസരിച്ച് ചെക്കിംഗ് റീചെക്കിംഗ് ചെയ്ത് ആ ചിന്തകളെ വളരെ ശക്തിയുള്ളതാക്കി മാറ്റാതെ അത്തരത്തിലുള്ള ചിന്തകൾ പിന്നീട് വരുന്ന സമയത്ത് എങ്ങനെ ആ ചിന്തകളെ നേരിടണം, ഉടനെ തന്നെ ചെക്കിംഗ് ആൻഡ് റീചെക്കിംഗ് ആയിട്ടുള്ള റിച്വൽസ് എങ്ങനെ വരുന്നതിനെ തടയണം, അതൊരിക്കലും ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റിലാപ്സ് പ്രിവെൻഷൻ എന്നുള്ള ചികിത്സാ രീതിയിൽ, അതായത് വീണ്ടും ഇത്തരത്തിലുള്ള മാറിയതിനു ശേഷം വീണ്ടും ഇത്തരത്തിൽ ചെക്കിംഗ് OCD വരാതിരിക്കാൻ അല്ലെങ്കിൽ OCDകൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത്രയുമാണ് ചെക്കിംഗ് OCD എന്നുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏത് തരത്തിലുള്ള OCD ആണെങ്കിലും ചികിത്സകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നിരുന്നാലും ചികിത്സകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് OCD ആണ് എന്ന് ഉറപ്പുവരികയാണെങ്കിൽ അതിനുള്ള കൃത്യമായ മരുന്ന് ചികിത്സയും ERP അല്ലെങ്കിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയും എല്ലാം ഒരുമിച്ച് സ്വീകരിച്ച് അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണ്. OCD പോലെയുള്ള ചെറിയ അസുഖങ്ങൾ നിങ്ങളുടെ വലിയ ജീവിതം എന്നുള്ള ഒരു സത്യത്തെ മറച്ചുവെക്കാൻ അല്ലെങ്കിൽ അതിലെ സന്തോഷത്തെ കവർന്നെടുക്കാൻ ഒരു തരത്തിലും ഇടയാക്കരുത്. നന്ദി, നമസ്കാരം.